കോഴിക്കോട് രാമനാട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടിയെ പാർപ്പിച്ച സ്ഥലത്തെ CCTV ആൺ സുഹൃത്ത് കിണറ്റിലെറിഞ്ഞു. ഹാർഡ് ഡിസ്ക് കിണറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. നാളെ സൈബർ സെല്ലിന് മുന്നിൽ ഹാജരാക്കും. കേസിലെ മുഖ്യപ്രതിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഈ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ആ ഹാർഡ് ഡിസ്ക് കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നതാണ്. നിഖിൽ പ്രമേശ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് പിന്നിൽ എത്ര ആളുകൾ ഉണ്ട് എന്നതൊക്കെ ഇനിയും അറിയേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ പ്രധാന പ്രതി എവിടെയാണ് എന്നത് സംബന്ധിച്ച സൂചനകൾ ഇപ്പോഴും ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, കൊൽക്കത്ത സ്വദേശിനിയായിട്ടുള്ള ഈ 17-കാരിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലുള്ള ഈ കുട്ടി ജോലി ചെയ്യുന്ന മാളിലെ ഒരു ജീവനക്കാരൻ, അതായത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ്. ഈ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നമ്മളാണ് ആദ്യം ലോകത്തെ അറിയിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ അതിലൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അതായത് ഈ പെൺകുട്ടിയെ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ബോധ്യമില്ലാത്തൊരിടത്ത് കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നു. ഈ യുവാവ് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ സ്ഥലത്തെത്തി, ഫ്ളാറ്റിലെത്തി, ഇവിടുത്തെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് ഊരി അത് തൊട്ടടുത്ത സ്ഥലത്തെ കിണറിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരുന്നു. ഇത് ഈ സുഹൃത്തിൻ്റെ, അതായത് ആൺ സുഹൃത്തിൻ്റെ സുഹൃത്ത് ഇതിനോടകം തന്നെ പിടിയിലായിരുന്നു. ഇയാൾ നൽകിയുടെ മൊഴി പ്രകാരമാണ് ഇതൊരു കിണറ്റിലാണ് ഈ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചതെന്ന് ഫറോക്ക് പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് ഫറോക്ക് പോലീസ് ഇവിടേക്ക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി എത്തിച്ചേരുകയും കിണറ്റിലിറങ്ങിയ ആ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇയാൾ ഈ ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് വളരെ സങ്കീർണമാണ്. കാരണം പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ ഈ കുട്ടി ജോലി ചെയ്ത മാളിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടു പോവുക, ഈ കുട്ടിയെ ക്ലോറോഫോം പോലെയുള്ള എന്തോ മണപ്പിച്ച് ഒരു ഇടത്തുകൊണ്ടേ പാർപ്പിക്കുക, ഒരു ദിവസം അവിടെ പാർപ്പിക്കുന്നു, തൊട്ടടുത്ത ദിവസം ഈ കുട്ടിയെ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇറക്കി വിടുകയാണ്. ഇതിന് പിന്നാലെ ശാരീരികമായി അനങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ് ഈ കുട്ടി ഇപ്പോൾ ഉള്ളത്. ജുവനൈൽ ഹോമിലായിരുന്ന ഈ കുട്ടിക്ക് ഇന്ന് വലിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ മാറ്റിയിട്ടുമുണ്ട്. ഇന്നാണ് ഈ കുട്ടിയുടെ അമ്മ നാട്ടിലെത്തിയത്. അവർക്ക് നേരിട്ട് കാണാൻ പോലും ഈ കുഞ്ഞിനെ അനുവദിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് അവരൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ ശാരീരിക അവസ്ഥ അല്പം മോശമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതായത് ഈ യുവാവ് കിണറ്റിലെറിഞ്ഞു എന്നുള്ളൊരു മൊഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. പോലീസ് ആ മൊഴി വിശ്വസിച്ചുകൊണ്ട് ഈ കിണറ്റിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുകയുമായിരുന്നു. ഈ ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് പോലീസിന് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇത് സൈബർ സെല്ലിന് കൈമാറും. സൈബർ സെല്ലിൽ ഇതിന് കൂടുതൽ വിവരങ്ങൾ എടുത്ത ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളാണ് പിടിയിലായിട്ടുള്ളത്. ഇത് മുഖ്യപ്രതിയല്ല, മുഖ്യപ്രതിയുടെ സുഹൃത്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ പിടിയിലായിട്ടുള്ളത്. മുഖ്യപ്രതി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ്. ഇയാൾ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ സാഹചര്യമാണുള്ളത്. ഇയാളുടെ ഫോൺ അവസാനമായി ലൊക്കേഷൻ കാണിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫറോക്ക് പോലീസ് മലപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് വിജയകുമാർ. കാരണം ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു 17-കാരിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എത്രയും വേഗം ഈ പ്രതിയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. വിജയകുമാർ, പ്രധാന പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. അയാളുടെ സഹായി നൽകിയ വിവരങ്ങളാണ്, അയാൾ പിടിയിലാണ്. അയാളുടെ സഹായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതിൽ എന്തൊക്കെ തെളിവുകളുണ്ട് എന്ന് പരിശോധിക്കണം. അത് സൈബർ സെല്ലിന് മുന്നിൽ പോലീസ് ഹാജരാക്കും. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്.